നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. മഴ ശക്തമായി തുടരുന്ന ഒരു സാഹചര്യമാണിപ്പോൾ. കാലാവസ്ഥാ വ്യതിയാനം മൂലം പകർച്ചവ്യാധികൾ വർദ്ധിക്കുവാനുള്ള സാധ്യത വളരെ വലുതാണ്. ഈ മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഹലോ ഡോക്ടർ സംസാരിക്കുന്നത്. നമ്മളോടൊപ്പം ഉള്ളത് നാഷണൽ ഹെൽത്ത് മിഷനിലെ ഡോക്ടർ അമർ ഫെറ്റിലാണ്. ഡോക്ടർ നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് ഈ വിഷയത്തിൽ സംശയങ്ങളുമായി താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം. ഡോക്ടർ, ഒരു വളരെ വലിയൊരു കാലാവസ്ഥ ചേഞ്ചാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ ശക്തമായ ചൂട്, ആ ചൂടിൽ സൺബേൺ ഉൾപ്പെടെയുള്ള സൂര്യാഘാതം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ വരുന്നു. പെട്ടെന്ന് ശക്തമായ മഴ വരുന്നു. കാലാവസ്ഥയിൽ ഉണ്ടായ ഈ ഒരു മാറ്റം നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെയായിരിക്കും ബാധിക്കുക? ഒരു സഡൻ ചേഞ്ച് വരുമ്പോൾ പലപ്പോഴും അസുഖങ്ങളുടെ തോത് കൂടാറുണ്ട്. അതുപോലെ അസുഖങ്ങളുടെ പാറ്റേൺ എന്തൊക്കെയാണ് സാധാരണ കണ്ടുവരുന്നത്, ഒരു ദൈനംദിനമായി ഹോസ്പിറ്റലിൽ എത്തുമോ അല്ലെങ്കിൽ ഡോക്ടേഴ്സിനെ കാണാൻ വരുന്ന രോഗികളുടെ ആ ഒരു രീതികൾ, ആ പാറ്റേൺ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സൺബേൺ അല്ലെങ്കിൽ ചൂട് കൊണ്ടുള്ള എക്സോഷൻ, ക്ഷീണം, തളർച്ച മുതലായ കാര്യങ്ങളിൽ നിന്ന് മാറി ഈ മഴ നനഞ്ഞാൽ വരുന്ന കാര്യങ്ങളും വെള്ളത്തിൽ നിന്ന് പകരുന്നതും അങ്ങനത്തെ ഒരു സെറ്റ് ഓഫ് രോഗങ്ങളിലോട്ട് സഡൻ ആയിട്ടുള്ളൊരു മാറ്റമാണ് ഇപ്പോൾ കാണുന്നത്. അതെ ഡോക്ടർ, ഈ ഒരു മാറ്റമാണ് ഇന്നിപ്പോൾ നമുക്കൊരു വലിയൊരു വെല്ലുവിളിയായിരിക്കുന്നത്. കാരണം പ്രത്യേകിച്ചും ഈ മഴക്കാലം വരുമ്പോൾ, തണുപ്പ് കൂടുമ്പോൾ ഉണ്ടാകുന്ന പകർച്ചപ്പനികളെയാണ് ആദ്യം നമ്മൾ പേടിക്കുന്നത്. ഈ പകർച്ചപ്പനികൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എത്രത്തോളം ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാം? അത് വരാതിരിക്കാൻ അല്ലെങ്കിൽ അതിനൊരു കരുതലെടുക്കേണ്ടത് ഏതൊക്കെ വിധത്തിലാണ്? പകർച്ചപ്പനി എന്നുള്ളത് സാധാരണ നമ്മൾ എപ്പോഴും കേൾക്കുന്നൊരു വാക്കാണ്. അത് ശരിക്കും സാങ്കേതികമായൊരു വാക്കല്ല എന്നുള്ളത് നമ്മൾ ഓർക്കണം. പനി എന്ന് പറയുന്നത് തന്നെ ഒരു ലക്ഷണമാണ്. നമുക്കൊരു അണുബാധയോ ഒരു ഇൻഫ്ലമേഷനൊക്കെ ഉണ്ടാകും, പ്രത്യേകിച്ച് അണുബാധകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഊഷ്മാവ് കൂട്ടി അണുക്കളെ പൊരുതാൻ വേണ്ടി ശരീരം ചെയ്യുന്ന പ്രയത്നത്തിൻ്റെ ഒരു ബാഹ്യ ലക്ഷണമാണ് ഈ പനി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അറിവും തന്നെ നമുക്ക് പ്രാഥമികമായി വേണം. കാരണം അത് എടുത്തു പറയാൻ റീസൺ, പല ആൾക്കാരും ഒരു ചെറിയ പനി തുടങ്ങുമ്പോൾ തന്നെ ഓടിപ്പോയി സ്വന്തമായി കടയിൽ നിന്നും അവിടുന്ന് ഇവിടുന്ന് അല്ലെങ്കിൽ വീട്ടിൽ നിന്നൊക്കെയുള്ള പാരസെറ്റമോളൊക്കെ എടുത്ത് കഴിക്കുന്നത്. അപ്പോൾ ആദ്യമേ പാരസെറ്റമോൾ കഴിക്കേണ്ടെന്നൊരു വാക്ക് പറഞ്ഞുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാം തുടങ്ങാം, ഈ പകർച്ചപ്പനി എന്നുള്ള വാക്ക് വന്നതുകൊണ്ട്. സോ പനി നമ്മളെ സഹായിക്കുന്നൊരു കാര്യമാണ്. അത് ക്രമാതീതമായി കൂടുകയോ അല്ലെങ്കിൽ ആ രോഗിക്ക് അത് വല്ലാത്ത ശരീര അസ്വാസ്ഥ്യമുണ്ടാക്കുന്ന ഒരു കണ്ടീഷൻ വരുമ്പോഴാണ് നമ്മൾ പാരസെറ്റമോളും ഒക്കെ കഴിക്കുകയും. അതുപോലെ തന്നെ ഒരു വാക്കുകൂടെ ഇപ്പോഴേ പറഞ്ഞോട്ടെ, കാരണം പലപ്പോഴും പനി വന്ന ഉടനെ തന്നെ പല ആൾക്കാരും ഓടിപ്പോയി ലാബിൽ പോയി ടെസ്റ്റിങ്ങും ഒക്കെ സ്വന്തമായിട്ടൊക്കെ ചെയ്യാറുണ്ട്. ഈ ടെസ്റ്റിങ്ങും ഒക്കെ സാധാരണ നമ്മൾ 2 ദിവസത്തിനപ്പുറം പോകുമ്പോഴാണ്. 2 ദിവസത്തിനും കുറഞ്ഞിരിക്കുന്ന പനികളെ നമ്മൾ ഷോർട്ട് ഫെബ്രൈൽ ഇൽനെസ്, അതായത് വളരെ ചെറിയ സമയത്തിനുള്ളിൽ വന്ന പനിയോടുകൂടിയുള്ള രോഗം എന്ന് പറയും. അതിൽ പലതും ഈ വൈറൽ ഫീവേഴ്സ് എന്നൊക്കെ പറഞ്ഞ രോഗങ്ങളായിരിക്കാം, പലതും തന്നെ മാറുന്നതും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ വാച്ച്ഫുള്ളായിട്ട് ജാഗ്രതയോടുകൂടി ഇരിക്കുകയും 48 മണിക്കൂറിനപ്പുറം ഈ പനി നീണ്ടു പോവുകയോ പുതിയ പുതിയ ലക്ഷണങ്ങൾ വരികയോ ചെയ്യുകയാണെങ്കിൽ അപ്പോഴാണ് ശരിക്കും ഒരു ടെസ്റ്റിൻ്റെ പ്രസക്തി വരുന്നതും ടെസ്റ്റുകൾ പോസിറ്റീവ് ആകുന്ന തന്നെ അപ്പോഴായിരിക്കും. ചിലപ്പോൾ നേരത്തെ പോയി ടെസ്റ്റ് ചെയ്താൽ പലപ്പോഴും പോസിറ്റീവ് തന്നെ കിട്ടാറില്ല. സോ അത് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടരാം. ഈ മഴക്കാലം വരുന്നു, ഈ ഹ്രസ്വ ടൈമിനകത്ത് വരുന്ന പനികളുടെ കൂട്ടത്തിൽ ഏറ്റവും സർവ്വസാധാരണയുള്ളത് ജലദോഷ പനികൾ എന്ന് പറയുന്ന വർഗ്ഗമാണ്. അതിൻ്റെ കൂടെ ശ്വാസകോശ അണുബാധകൾ, ഇപ്പോൾ തണുപ്പെന്ന് പറഞ്ഞല്ലോ, ഈ വെള്ളം നനയുക, മഴ നനയുക, ഉടുപ്പ് മാറ്റാൻ പറ്റാതെ തണുത്ത് തന്നെ നടക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ശ്വാസകോശ അണുബാധകൾ വരാനുള്ളൊരു സാഹചര്യം ബോഡിയിൽ ഉണ്ടാകുകയും ആ നേരത്തെ എവിടുന്നെങ്കിലും പലരും തുമ്മിയും ചുമച്ചുമൊക്കെ കിട്ടുന്ന അണുക്കൾ കിട്ടുമ്പോൾ നമുക്കൂടെ കിട്ടുന്നു. അതൊരു പകർച്ച കൊണ്ട് തന്നെ വരികയാണ്. മഴവെള്ളത്തിൽ നിന്ന് പനി ഉണ്ടാകുന്നില്ല, പക്ഷേ നനഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ റെസിസ്റ്റൻസ് കുറയും, ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി കുറയും, അപ്പോഴാണ് ഈ രോഗങ്ങൾ വരുന്നത്. അപ്പോൾ അതൊരു സെറ്റ്. പിന്നെ വേറൊരു വലിയ സെറ്റെന്ന് പറയുന്നത്, ഈ നേരത്ത് ഇപ്പോൾ മഴക്കാലം എന്ന് പറയുമ്പോഴേക്കും വെള്ളം ഇപ്പോൾ എല്ലാം നല്ല മഴയാണ്, ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് വെറും ഈ ചാറ്റൽ മഴയല്ല, പല സ്ഥലത്തും വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു പ്രതീതി തന്നെയാണ് ഉണ്ടാകുന്നത്. കുടിവെള്ള സ്രോതസ്സുകൾ പലപ്പോഴും മലിനമാകാറുണ്ട്. വേസ്റ്റ് അവിടെ ഇവിടെയൊക്കെ പലരും അലക്ഷ്യമായി കളഞ്ഞത് കാണും. അതൊക്കെ ഇരുന്ന് ചീഞ്ഞ് അതിൽ ഈച്ചകളൊക്കെ വളർന്ന്, അപ്പോൾ അങ്ങനെ അഴുക്ക്, അതിൽ വളരുന്ന അണുക്കൾ, അതിൽ നിന്ന് അണുക്കളെ കൊണ്ട് നടക്കാൻ പറ്റിയൊരു വാഹനമായ ഈച്ചകൾ, പിന്നെ വെള്ളം ഇങ്ങനെ ഓവർഫ്ലോ ചെയ്തിട്ട് ചിലപ്പോൾ അരുവികളോ തോടിലോ മറ്റ് കുടിവെള്ള സ്രോതസ്സിലെത്തുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്നത് ജലജന്യ രോഗങ്ങളുടെ കൂട്ടത്തിൽ വയറിളക്കം, അതിസാരം, കോളറ എന്ന് പറയുന്ന അതിസാരം മുതലായ രോഗങ്ങൾ അങ്ങനെ വരാം. ഛർദി, അതിസാരങ്ങളൊക്കെ അങ്ങനെ ഒരു സെറ്റ് വരാം. ആ കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ വിസർജ്യ മാലിന്യങ്ങൾ, ഫോർ എക്സാമ്പിൾ വിസർജ്യ മാലിന്യങ്ങളാണ്, വെറും വേസ്റ്റ് പലതരം ഉണ്ടല്ലോ, ഈ റോഡ് സൈഡിൽ കൂടിയ വേസ്റ്റ് ഒന്ന്, പക്ഷേ വിസർജ്യ മാലിന്യങ്ങൾ പ്രത്യേകിച്ചും വളരെ ഡേഞ്ചറസ് ആണ്. അത് എങ്ങനെയും ഓവർഫ്ലോ ചെയ്യുന്ന സെപ്റ്റിക് ടാങ്കുകളായിക്കോട്ടെ,
തുറസായ സ്ഥലത്ത് ചിലപ്പോൾ വെളിക്കിറങ്ങുന്നയോ അല്ലെങ്കിൽ മൂത്രമൊഴിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ആ ഒരു ഏരിയയിൽ ആയിക്കോട്ടെ, ഈ വിസർജ്യ മാലിന്യങ്ങൾ നമ്മുടെ ആഹാരത്തിനകത്തോട്ട് വന്നു ചേരാൻ കൈ വഴി, വെള്ളം വഴി, ഈച്ച വഴി ഒക്കെ വന്നു ചേരാൻ ഇടവന്നാൽ, പലപ്പോഴും വെള്ളം കൊണ്ട് നേരിട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ വാട്ടർ സപ്ലൈ ലൈനുകളിനകത്തോട്ട് ഈ വിസർജ്യ മാലിന്യം കലരാൻ ഇടവന്നാൽ ചിലപ്പോൾ ഒരു ടാങ്കർ സപ്ലൈ ആയിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ ചില മഞ്ഞപ്പിത്തം, ടൈഫോയിഡ് പോലത്തെ രോഗങ്ങൾ ഒരു ഏരിയയിൽ ചിലപ്പോൾ പകരും. അതിൻ്റെ കൃത്യമായിട്ടുള്ള എക്സാമ്പിളാണ് ഇപ്പോൾ നമ്മൾ കണ്ട കുറച്ച് ജില്ലകളിലൊക്കെ ഔട്ട് ബ്രേക്ക് എന്ന് പറയും. ഒരു ഏരിയയിൽ കുറേ കേസുകൾ ഒന്നിച്ചുണ്ടാകുന്നതിന് ഔട്ട് ബ്രേക്ക് എന്ന് പറയും. അപ്പോൾ അങ്ങനെ മഞ്ഞപ്പിത്തം മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് കുറേ ടൈപ്പ് ഉണ്ട്. എന്ന് പറയുന്നതാണ് നമ്മുടെ ആഹാരത്തിൽ നിന്ന് വരുന്ന ടൈപ്പ് ഓഫ് മഞ്ഞപ്പിത്തം. ബി ഒക്കെ മറ്റേ നമുക്ക് രക്തത്തിൻ്റെ ട്രാൻസ്മിഷൻ കൊണ്ടും ലൈംഗികമായിട്ടുള്ള രീതികളിലൊക്കെയാണ് പ്രധാനമായിട്ട് അത് പറയുന്നത്. ആണ് നമുക്കിങ്ങനെ ആഹാരം വഴി പോകുന്ന മെയിനായിട്ടുള്ള ഒരു മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത്. പിന്നെ ഈ നേരത്ത് സാഹചര്യം കൊണ്ട്, അതായത് പരിസ്ഥിതി, എൻവയൺമെൻറ്റിൽ വരുന്ന മാറ്റമാണ് ഞാൻ പറഞ്ഞു. വെള്ളം നിറയുമ്പോൾ നമുക്കറിയാം, നാച്ചുറലി നമ്മുടെ നാട്ടിൽ ഈ പെരുകുന്ന എലികളുടെ, പെരിച്ചാഴികളുടെയൊക്കെ മാളങ്ങളുണ്ട്. ആനിമൽസ്, പട്ടി, പൂച്ച മുതലായ ആനിമൽസും മൃഗങ്ങൾ, അവരുടെ വിസർജ്യ മാലിന്യങ്ങൾ പരസ്ഥലത്തും തുറസായി കിടക്കുന്നുണ്ടാവും. നമുക്കറിയാമല്ലേ, പൂച്ച, പട്ടിയൊക്കെ റോഡ് സൈഡിലൊക്കെ കാഷ്ടിച്ചിരിക്കുന്നു. ഇനി ഇതിലെല്ലാം കൂടെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുമ്പോഴേക്കും മാളത്തിൻ്റെ ഉള്ളിൽ നിന്ന് കലങ്ങിയ വേസ്റ്റ് ആയിക്കോട്ടെ, ഈ ഇവരുടെ എക്സ്ക്രീറ്റ അല്ലെങ്കിൽ മലമൂത്ര വിസർജ്യമായിക്കോട്ടെ, അല്ലെങ്കിൽ പട്ടി, പൂച്ചേൻ്റെ ഒക്കെ എക്സ്റ്റേണലി ഉള്ളത്, അത് റോഡിലും ഇങ്ങനെ പൂൾ ചെയ്ത് കിടക്കാം വഴിയിലൊക്കെ. അതിൽ കൂടെ നമ്മൾ ചവിട്ടി നടക്കുകയും നമ്മുടെ കാലിൽ പോറലുകളൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ അങ്ങനെ വരുന്നൊരു കോമൺ രോഗമാണ്. ഇപ്പോൾ എല്ലാവരുടെ നാക്കിൻ്റെ തുമ്പത്തുള്ള പേരാണ് എലിപ്പനി. ഇപ്പോൾ എലിപ്പനി ഡയറക്റ്റ്ലി എലിയോട് ബന്ധമില്ല, എലി അതിനകത്തൊരു കണ്ണിയാണെങ്കിലും മറ്റ് മൃഗങ്ങളും കൂടെ ഉണ്ട്. നമ്മളതിനിപ്പോൾ ലെപ്റ്റോസ്പൈറോസിസ് എന്നാണ് കൂടുതൽ വിളിക്കാറുള്ളത്, കാരണം എലി അല്ല എന്ന് സൂചിപ്പിക്കാൻ. പക്ഷേ അത് അപകടം പിടിച്ച ഒരെണ്ണമാണ്. പെട്ടെന്ന് ഒരു രോഗിക്ക് കൃത്യമായ സിമ്പിൾ മരുന്നുള്ള രോഗം, അതേസമയം അതിനെപ്പറ്റി ചിന്തിച്ചില്ല, അതിനെപ്പറ്റിയുള്ള ചികിത്സ സ്റ്റാർട്ട് ചെയ്തില്ല, അതിൻ്റെ മരുന്ന് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ സാധാരണമായി കിട്ടുന്ന മരുന്ന് ഉണ്ടായിട്ട് പോലും എലിപ്പനി അല്ലെ ലെപ്റ്റോസ്പൈറോസിസ് രോഗികളുടെ അവസ്ഥ ചിലപ്പോൾ കുറച്ച് മോശമാവുകയും ഈവൻ മരണത്തിലേക്ക് നീങ്ങുന്ന അവസ്ഥ വരാം. സോ അത് വേറൊരു സെറ്റ്. ഓക്കെ ഡോക്ടർ, നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു പ്രേക്ഷകൻ ചേരുകയാണ്. മൂവാറ്റുപുഴയിൽ നിന്നും രാഘവൻ ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, ഞാൻ രാഘവൻ, 78 വയസ്സ്. നമസ്കാരം രാഘവൻ. ഒരു ഇൻഫ്ലുവൻസ വാക്സിൻ എടുക്കണം ഉദ്ദേശിക്കുന്ന ഡോക്ടർ പറയും ചെയ്തിട്ടുണ്ട്. അത് എന്ത് ഫലപ്രദമാവില്ലേ? എത്ര വയസ്സുണ്ട്? 78 അല്ലേ? യെസ്, ഇതൊരു നല്ല ചോദ്യമാണ്. ഇൻഫ്ലുവൻസ എന്ന് പറയുന്നത് നമ്മൾ പണ്ടൊക്കെ ഫ്ലൂ പനി എന്ന് പറഞ്ഞ് ചിലരങ്ങ് തള്ളിക്കളയുന്നൊരു സാധനമായിരുന്നു. ഈ പണ്ടേ പറയും ഇൻഫ്ലുവൻസ, അല്ലെ വേറെ ഫ്ലൂ എന്ന് ചുരുക്കി പറയും. അതൊരു ജലദോഷവും ചുമയും തൊണ്ടവേദനയും തൊണ്ടകാറലും നെഞ്ചുവേദന ഇതെല്ലാം കൂടെ കുറച്ച് സാധാരണ വരുന്നതിനേക്കാളും കട്ടിയായിട്ട് വരുമ്പോഴാണ് നമ്മൾ ഇൻഫ്ലുവൻസ അല്ലെ ഫ്ലൂ എന്ന് പറയാറുള്ളത്. മറ്റേത് വെറുതെ വൈറൽ ഫീവർ എന്നായിരുന്നു സംസാര ഭാഷയിൽ പറയുക. അപ്പോൾ ഇത് നമ്മൾ 2009 മുതൽ ഇങ്ങോട്ട് H1N1 വന്ന കാലം തൊട്ടാണ് ഇതിനെ ഇൻഫ്ലുവൻസ എന്ന വാക്ക് തന്നെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങിയത്, ജനങ്ങളടക്കം. അപ്പോൾ ഇത് പല ടൈപ്പ് ഓഫ് ഇൻഫ്ലുവൻസ വൈറസുകളുണ്ട്. പ്രായമായ ആൾക്കാർ, മറ്റ് പലതരം പ്രായവും രോഗങ്ങളും പലപ്പോഴും ഒന്നിച്ച് പോകാറുണ്ട്, അറിയാമല്ലോ. പ്രമേഹം ആയിക്കോട്ടെ, BP ആയിക്കോട്ടെ, ഹൃദ്രോഗമായിക്കോട്ടെ, ഇതൊക്കെ പലപ്പോഴും പ്രായത്തിൻ്റെ കൂടെ തന്നെ വന്നു ചേരുന്ന അഡീഷണലായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ കോമോർബിഡിറ്റി എന്ന് പറയും, അതിൻ്റെ കൂടെയുള്ള രോഗങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിക്ക് ഈ ഇൻഫ്ലുവൻസ പനികൾ വന്നാലും അത് പ്രിവെൻറ്റ് ചെയ്യുന്നത് നല്ലതാണ്. അതിന് ഇന്ന് നല്ല മരുന്നുകളുണ്ട്. ഒസൽറ്റാമോവിർ എന്ന് പറയുന്ന മരുന്ന്, അത് ഈവൻ നമ്മുടെ സർക്കാർ ആശുപത്രിയിലൊക്കെ സൗജന്യമായിട്ട് പോലും കൊടുക്കുന്ന മരുന്നുകളാണ്. അപ്പോൾ ഈ മരുന്നുകളൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ മെഡിക്കൽ രംഗത്ത് തന്നെ ആ മരുന്ന് വളരെ സുലഭമായിട്ട് ലഭ്യമാണ്. പക്ഷേ അത് കഴിക്കാനുള്ളൊരു ഇട വന്നില്ല, ചിലപ്പോൾ ആരെങ്കിലും അതിനെപ്പറ്റി ചിന്തിച്ചാലെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ മൂർച്ഛിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ചിലപ്പോൾ ന്യൂമോണിയയിലോട്ട് പോവുകയും ഒരു അപകട സാധ്യത അവിടെ പൊന്തി വരാം. അപ്പോൾ ഒരു പോംവഴി, ഒരു 100% ഞാൻ പറയില്ല, ഒരു പോംവഴി ഇൻഫ്ലുവൻസ വാക്സിൻ ഉണ്ട്, അത് എടുക്കുക എന്നുള്ളത്. പക്ഷേ ചെറിയൊരു സാങ്കേതിക പ്രശ്നമുള്ളത്, ഇൻഫ്ലുവൻസ വാക്സിൻസ് എല്ലാം ഒരു കൊല്ലത്തേക്കൊക്കെ അതിൻ്റെ ഈ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര കാലം അത് ഇഫക്റ്റീവ്ലി നമ്മളെ സംരക്ഷിക്കുന്നുള്ളതാണ് വാലിഡിറ്റി എന്ന് പറയുന്നത്. അത് മിക്കവാറും ഒരു കൊല്ലത്തേക്കൊക്കെ ഉള്ളൂ. ആ പുതിയ വാക്സിൻ എല്ലാ കൊല്ലവും ഇറങ്ങുകയാണ്. ആ പുതിയ വാക്സിൻ നമ്മുടെ കയ്യിൽ കിട്ടി, നമ്മുടെ അടുത്ത് ഒരു ഹോൾസെയിലോ ഹോസ്പിറ്റലോ വന്ന് നമ്മളെ കയ്യിലേക്ക് കിട്ടുമ്പോഴേക്കും അതിൽ ചിലപ്പോൾ 3-4 മാസം കഴിഞ്ഞിരിക്കും. അവശേഷിക്കുന്ന 6-7-8 മാസത്തേക്ക് മാത്രമാണ് പ്രൊട്ടക്ഷൻ കിട്ടുന്നത്. അതുകൊണ്ട് ഇൻഫ്ലുവൻസ വാക്സിൻ എടുക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് നമുക്ക് പല രോഗങ്ങളൊക്കെ ഉണ്ട്, എടുക്കാൻ സാധിക്കുന്ന ചിലവുള്ളൊരു വാക്സിനാണ്. അപ്പോൾ കോസ്റ്റുള്ള വാക്സിനാണ്, വിലയുള്ള വാക്സിനാണ്. അപ്പോൾ അതുകൊണ്ട് എടുക്കാൻ പറ്റുന്നവർക്ക് എടുക്കാം തീർച്ചയായിട്ടും. അല്ലാത്തവർ എന്തെങ്കിലും പതിവില്ലാത്ത കടുത്ത രീതിയിൽ ചുമയോ പനിയോ തൊണ്ടകാറലോ
ദേഹം വേദനയോ ഒക്കെ വന്ന് ഇത് എൻ്റെ ഈ തവണത്തെ പനി പതിവല്ല, ഇത് കുറച്ച് കട്ടിയാണല്ലോ എന്ന് തോന്നുകയാണെങ്കിൽ ഉടനെ ഡോക്ടറെ കാണുകയും ഇത് ഫ്ലൂ വല്ലതും ആണോ എന്നൊരു ചെറിയ ചോദ്യം ഡോക്ടറോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ ഇട്ടിരുന്നാൽ ആ ഡോക്ടർ വളരെ കെയർഫുള്ളായിട്ട് അതും കൂടെ ഉടനെ മനസ്സിൽ വിലയിരുത്തി അതിനുള്ള മരുന്നും കൂടെ അങ്ങ് സ്റ്റാർട്ട് ചെയ്തേക്കും. അപ്പോൾ നമ്മൾ സേഫായി. അപ്പോൾ ഈ 2 മാർഗ്ഗങ്ങളാണ്. ഓക്കെ, വ്യക്തമായി എന്ന് കരുതുന്നു. ഡോക്ടർ, നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ഇത്തരത്തിലൊരു ചെറിയ പനി വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പനിയുടെ ലക്ഷണം കാണുമ്പോൾ പെട്ടെന്ന് പാരസെറ്റാമോൾ കഴിക്കേണ്ടതിൻ്റെ ആവശ്യമില്ല, പെട്ടെന്ന് നമ്മൾ അതിനെക്കുറിച്ച് അങ്ങനെ ബോധേടാവേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അതിനോടൊപ്പം തന്നെ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഇത്തരത്തിലുള്ള പനികൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അത് കൃത്യസമയത്ത് ചികിത്സിച്ചില്ലെങ്കിൽ ഗുരുതരമാകാമെന്നും ഡോക്ടർ പറഞ്ഞു. നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും? ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? ഒരു പനിയോടുകൂടിയുള്ള അസുഖം വരിക എന്ന് പറഞ്ഞാൽ നമുക്കാർക്കും പുത്തരിയല്ല, നമ്മൾ എത്രയോ തവണ അനുഭവിക്കുന്നതാണ്. അപ്പോൾ മിക്കവാറും അവരവരുടെ സ്വയമായിട്ടുള്ളൊരു അലേർട്ട്നെസ്, ജാഗ്രത, ഇപ്പോൾ നമ്മുടെ ആരോഗ്യത്തിൽ പറയുന്ന ആരോഗ്യ ജാഗ്രത എന്ന് പറയും, അത് ഒരു പ്രോഗ്രാമിൻ്റെ പേരാണ്. പക്ഷേ ജാഗ്രത നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഇത് പതിവല്ലല്ലോ എന്ന് മനസ്സിൽ കത്തുന്ന രീതിയിലാണ് ഒന്ന്. രണ്ടാമത്തത്, നമ്മൾ എന്തെങ്കിലും കോമോർബിഡിറ്റി എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഷുഗറിൻ്റെ അസുഖമോ BP-യോ ഹൃദ്രോഗമോ അല്ലെങ്കിൽ വല്ല കരൾ രോഗങ്ങളോ അല്ലെങ്കിൽ ക്യാൻസറിന് ട്രീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ HIV ഉള്ള ആളതിൻ്റെ മരുന്ന് സ്ഥിരം കഴിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ട്രാൻസ്പ്ലാന്റൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗർഭിണിയാണ്, അങ്ങനെയൊക്കെയുള്ള സ്റ്റേജിലാണെങ്കിൽ ഈ ചെറിയ അസുഖത്തിനും കുഴപ്പമുണ്ടാക്കാം. അപ്പോൾ അങ്ങനെയുള്ളവർ ഒരു പനി തുടങ്ങുമ്പോൾ തന്നെ ഡോക്ടറോട് ഈ വിവരം അറിയിക്കുക. ദിശ വഴി വേണമെങ്കിൽ ഒരു മെഡിക്കൽ കൺസൾട്ടേഷൻ നമ്മുടെ ഡോക്ടേഴ്സിനോട് സംസാരിക്കാം ദിശ വഴി, അല്ലെ അവരവരുടെ പരിചയമുള്ളതോ ഇപ്പോൾ സ്ഥിരം കാണുന്ന ഏതെങ്കിലും മെഡിക്കൽ രംഗത്തൊരു നല്ല ആളെ കാണുക എന്നുള്ളതാണ്. കണ്ട് ഈ കാര്യം സൂചിപ്പിക്കുക. 24 ഹവേഴ്സിനകത്തോ 48 ഹവേഴ്സ്, ആദ്യത്തെ 48 മണിക്കൂർ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നല്ല സപ്പോർട്ടീവ് കെയർ വേണം. അപ്പോൾ പാരസെറ്റമോൾ ഞാൻ പറഞ്ഞു ആവശ്യത്തിന് മതി, അല്ലെങ്കിൽ ആദ്യം വേണേൽ ഒഴിവാക്കുകയും ചെയ്യാം. പക്ഷേ സപ്പോർട്ടീവ് കെയർ എന്ന് പറയുന്ന വാക്ക് പലപ്പോഴും തിരക്ക് പിടിച്ച ആശുപത്രി ഇതിനകത്ത് നമുക്ക് പലപ്പോഴും പറഞ്ഞു കൊടുക്കാൻ നേരം കിട്ടാറില്ല, അതാണ്. പക്ഷേ സപ്പോർട്ടീവ് കെയർ എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല ആഹാരം കഴിക്കണം. ആഹാരത്തിനകത്ത് വൈറ്റമിൻസ് ഇഷ്ടംപോലെ കിട്ടത്തക്കോണം ഫ്രഷായിട്ടുള്ള ഇലക്കറികൾ, പപ്പയ്ക്ക പോലത്തെ അല്ലെങ്കിൽ നെല്ലിക്ക പോലത്തെ ഫ്രൂട്ട്സ്, പിന്നെ വേണ്ടത്ര ക്വാണ്ടിറ്റി മറ്റ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ എല്ലാം ഉള്ള സമീകൃതമായിട്ടുള്ള ആഹാരം ക്ലീനായിട്ടും നീറ്റായിട്ടും റെഗുലറായി കഴിക്കുക. ചൂട് പാനീയങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ മഴയാകുമ്പോൾ നമുക്കറിയാം തണുപ്പ് തട്ടുന്ന പേടി എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പോൾ ഈ നമ്മുടെ ശ്വാസകോശത്തൊക്കെ വാമപ്പ് ചെയ്യാൻ വേണ്ടി നല്ല ചൂടോടുകൂടി എനർജിദായകമായ പാനീയങ്ങൾ, ഉദാഹരണം കഞ്ഞിവെള്ളം. വെറും ചൂടുവെള്ളത്തിന് എനർജി കിട്ടില്ല, പക്ഷേ കഞ്ഞിവെള്ളമാണെങ്കിലും അതേ സ്ഥാനത്ത് കുടിക്കുന്നത് എനർജി കിട്ടും. പിന്നെ അതിനകത്ത് ടേസ്റ്റ് കൂട്ടാൻ ഉപ്പ്, ചെറുനാരങ്ങയൊക്കെ ചേർത്ത് അങ്ങനെ നല്ല ചൂടോടുകൂടി കുടിക്കുകയാണെങ്കിൽ വളരെ നല്ലത്. ട്രഡീഷണലായിട്ട് നമ്മൾ പണ്ടേ നമ്മുടെ നാട്ടിൽ തുളസിയും ചുക്കും കുരുമുളകൊക്കെ ഇട്ട് പലതൊക്കെ ഉണ്ടായി കുടിക്കാറുണ്ട്. അതൊക്കെ ഒരു സൈഡിൽ കൂടെ അത് നടക്കട്ടെ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് റെസ്റ്റും കൂടെ എടുത്തു കഴിഞ്ഞാൽ ദിസ് ഇസ് സപ്പോർട്ടീവ് കെയർ. ഇതിനെയാണ് നമ്മുടെ ശരീരത്തിനെ സഹായിക്കുന്നത്. നമ്മളെ വൈറസിനെതിരായിട്ടോ ബാക്ടീരിയക്കെതിരായിട്ട് ഫൈറ്റ് ചെയ്യാൻ നമ്മളൊക്കെ ഒരു എനർജി തരുന്ന കാര്യങ്ങളാണ്. ഇത് ചെയ്തിട്ട് നമ്മൾ വാച്ച് ചെയ്യുക ജാഗ്രതയോട് കൂടി. സിംറ്റംസ് കൂടുന്നോ, സിംറ്റംസ് അതുപോലെ നിൽക്കുന്നോ, ലക്ഷണങ്ങൾ കുറഞ്ഞു വരണം, നമ്മൾ വളരെ ഹാപ്പി. അതുപോലെ നിൽക്കണം, അതേ ജാഗ്രത 3-ാം ദിവസം കൂടെ ഒന്ന് നോക്കണം. പക്ഷേ കൂടി വരുന്നു ഓർ പുതിയ ലക്ഷണങ്ങൾ വരുന്നു, ഇപ്പോൾ തളർച്ച, ബോധക്ഷയം ഉണ്ടാകുക, കഫത്തിൽ രക്തം കാണുക, മൂത്രത്തിൻ്റെ അളവ് കുറയോ കളർ ചേഞ്ച് കാണുക, ദേഹത്തൊക്കെ അസാധാരണമായിട്ടുള്ള പൊക്കലുകളോ അടയാളങ്ങളോ വരിക, അസാധാരണമായിട്ടുള്ള ശ്വാസം മുട്ട് വരിക, ഇങ്ങനെ അതായത് പതിവിട്ടുള്ള കാര്യങ്ങൾ കാണുകയാണെങ്കിൽ നമ്മൾ ഡോക്ടറെ എന്തായാലും അറിയിക്കുക എന്ന് മാത്രമേ പോയി കാണുകയും ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ പാരസെറ്റമോൾ ചാടി കഴിക്കാതെ അത് ആലോചിച്ച് കയ്യിൽ റെഡിയാക്കി വെച്ചേക്കുക. വീട്ടിൽ പാരസെറ്റമോൾ വേണം. ഞാൻ എപ്പോഴും അതിന് വാദിക്കുന്ന ഒരാളാണ്. എല്ലാ വീട്ടിലും പാരസെറ്റമോൾ, കൊച്ചുകുട്ടികളുണ്ട് അവർക്കുള്ള കുപ്പിയിലുള്ള പാരസെറ്റമോൾ സിറപ്പ് വേണം, വലിയവരുണ്ടെങ്കിൽ ഗുളിക വേണം, ഇതെല്ലാം വീട്ടിൽ വേണം. ആ നേരത്തെ ഓടണ്ട. പക്ഷേ അത് ഉടനെ വാരി കഴിക്കേണ്ട എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അഡ്വൈസിന് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഹെൽപ്പ് ലൈൻസ് ഉണ്ടല്ലോ, ദിശയൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഒരു ഡോക്ടറോട് സംസാരിക്കാൻ വളരെ ഈസിയാണ്. നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് ആ വീട്ടിലിരുന്ന സൗകര്യത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് നമുക്കൊരു ഡോക്ടറോട് ചോദിക്കാം, ഡോക്ടർ എന്താ അഭിപ്രായം, ഞാൻ കഴിക്കണോ, എന്തെങ്കിലും ചെയ്യണോ വേണ്ടതെന്നൊക്കെ. ഓക്കെ ഡോക്ടർ, വ്യക്തമാണ്. നമ്മളോടൊപ്പം മറ്റൊരു പ്രേക്ഷക കൂടി ചേരുന്നു, കരുനാഗപ്പള്ളിയിൽ നിന്നും ഇളയകുട്ടി. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ നമസ്കാരം. ഹലോ ഡോക്ടർ, നമസ്കാരം. നമസ്കാരം. സാർ, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ജലദോഷം വരാറുണ്ട്. അപ്പോഴ് ഞാൻ ഈ പച്ചവെള്ളം കുടിക്കാറില്ല, തിളപ്പിച്ചാറിയ വെള്ളമാണ് കുടിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിലെന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ ലഭ്യതക്കുറവ് കൊണ്ട് പല രീതിയിലുള്ള വെള്ളങ്ങളിൽ തൽക്കാലം ദാഹിക്കുമ്പോൾ കുടിച്ച് ഇങ്ങനെ വരുന്നതാണ് പതിവ്.
അത് ഒന്ന് സൂക്ഷിക്കുന്നതാണ് നല്ലത് കേട്ടോ. എന്താ വെച്ചാൽ ഇപ്പോൾ ഈ ജലദോഷവും തിളപ്പിച്ചാറിയ വെള്ളമായിട്ട് നേരിട്ട് ബന്ധമില്ല. ജലദോഷം ശ്വാസകോശത്തിൽ നിന്ന് വരുന്ന അണുബാധയാണ്. ഈ തിളപ്പിച്ചാറിയ വെള്ളം തന്നെ ഇരുന്ന് തണുത്ത് പോകുന്നത് കൊണ്ട് കുഴപ്പം പറഞ്ഞുണ്ടോ ഡോക്ടർ? ഇല്ല ഇല്ല ഇല്ല. തിളപ്പിച്ചാറിയ വെള്ളം ഒരിക്കൽ നല്ലോണം തിളച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് അടച്ച പാത്രത്തിൽ നിന്ന് തണുത്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല. അത് പൊതുവേ വെള്ളം എന്നുള്ളവർക്ക് കുടിക്കാൻ. പക്ഷേ ഒരു ചുമയോ കഫക്കെട്ടോ ജലദോഷവും തൊണ്ടവേദനയൊക്കെ ഉള്ളപ്പോൾ ചൂട് കടന്നു പോകുന്നതിൻ്റെ ഒരു ഫിസിക്കലായിട്ടുള്ള സുഖമാണ് ഈ ചൂട് കടന്നു പോകുന്നത്. അവിടെ അതിൻ്റെ ചൂടിൻ്റെ പ്രാധാന്യം വേറെയാണ്. പക്ഷേ ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ, അത് ചോദിച്ചാൽ നന്നായി. എന്താ പറയുക, പല ആൾക്കാരും ചെയ്യുന്നൊരു അബദ്ധം, ഈ തിളപ്പിച്ച വെള്ളവും അതിൻ്റെ കൂടെ പച്ചവെള്ളം കൂടെ മിക്സ് ചെയ്യും ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ. അതൊരിക്കലും ചെയ്തുകൂടാ. നമ്മൾ വെള്ളമൊക്കെ വൃത്തിയായിട്ട് ഇപ്പോൾ തിളപ്പിച്ചു, അര ഗ്ലാസ് എടുത്തു, അപ്പോൾ ഭയങ്കര ചൂട്, അപ്പോൾ ടാപ്പ് തുറന്ന് കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ പോയി, അല്ലെങ്കിൽ വേറെ വെറും വെള്ളം എടുത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ പോയി. അപ്പോൾ ഈ ഡ്രിങ്കിങ് വാട്ടർ, കുടിവെള്ളത്തിനകത്ത് തിളപ്പിച്ചതും തിളപ്പിക്കാത്ത വെള്ളവും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്യരുത്. ഇത് ഞാൻ പറയുന്നത് ഓരോ വ്യക്തിയോട് മാത്രമല്ല, ഹോട്ടലുകളും തട്ടുകടകളും എല്ലാം നടത്തുന്നവരോടും കൂടെ ഞാൻ ഇങ്ങനെ ആരോഗ്യവകുപ്പിന് വേണ്ടി പറയുന്നൊരു കാര്യമാണ്. നിങ്ങൾ യാതൊരു കാരണവശാലും ഈ രണ്ടും കൂടെ മിക്സ് ചെയ്യരുത്. നമ്മൾ ഇത്രയും വെള്ളം തിളപ്പിക്കാനൊക്കെ ചിലപ്പോൾ ഗ്യാസും ഒക്കെ ചിലവുള്ള കാര്യമാണ്, ശരിയാണ്. പക്ഷേ നമ്മുടെ ഒരു ശ്രദ്ധക്കുറവ് കൊണ്ട് ഒരിക്കലും ഈ ഇങ്ങനെ മിക്സ് ചെയ്താൽ ഈ അണുബാധകൾ ഏതാണോ ഉണ്ടെങ്കിൽ, ഉടനെ മിക്സ് ചെയ്തുകൊണ്ട് അണുബാധ വരുന്നല്ല പറയുന്നത്, ഒരു അണുബാധ അവിടെ സംജാതമാണെങ്കിൽ അതിന് വേണമെങ്കിൽ പകർച്ചയ്ക്ക് എളുപ്പമായി. ഓക്കെ ഡോക്ടർ, പ്രേക്ഷകന് വ്യക്തമായി എന്ന് കരുതുന്നു. അതെ ഡോക്ടർ, നമ്മളിപ്പോൾ ഭക്ഷണ കാര്യത്തെക്കുറിച്ചും അല്ലെങ്കിൽ കുടിവെള്ളത്തെക്കുറിച്ചുമാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. ഇപ്പം നമുക്കറിയാം, ഈ ഒരു ചൂട് കാലത്ത് എപ്പോഴും തണുത്തത് കഴിക്കാൻ ഇഷ്ടപ്പെട്ട് വരികയായിരുന്നു. പെട്ടെന്നാണ് ഇപ്പോൾ മഴ വന്നത്. നമ്മുടെ ഭക്ഷണത്തിൽ പെട്ടെന്നൊരു ചേഞ്ച് വരികയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഏതൊക്കെ ഭക്ഷണമാണ് കൂടുതൽ ഉൾപ്പെടുത്തേണ്ടത്, എന്തൊക്കെയാണ് ഈ ഒരു ഭക്ഷണ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഭക്ഷണം നമുക്ക് എനർജിയും പ്രതിരോധ ശക്തിയും എല്ലാം തരുന്ന കാര്യമാണ് ഭക്ഷണം. അപ്പോൾ ടേസ്റ്റും അതേസമയമാണ് എൻജോയബിളും ആയിരിക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിക്കലർത്തി നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ നമ്പർ 1 പ്രയോറിറ്റി എന്ന് പറയുന്നത്, ഏറ്റവും പ്രാധാന്യം വൃത്തിയാണ്. കാരണം ഈ അസുഖങ്ങളുടെ സീസൺ എന്ന് പറയും. ഈ നേരത്തെ എല്ലാ കൊല്ലവും ഇങ്ങനെ വേവ്സ് പോലെ, ഇപ്പോൾ ചില നേരത്തെ അസുഖങ്ങൾ കൂടും, ചില നേരത്ത് കുറയും, ചില നേരത്ത് കൂടും, ഇതങ്ങനെ ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ സ്വാഭാവികമായിട്ടുള്ളൊരു കൂടുതലാണ് ഉള്ളത്. എങ്കിലും ചില ഔട്ട് ബ്രേക്സ് കൂടുതൽ ഇത് ഏരിയയിൽ നോട്ടീസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് വൃത്തി ആൻഡ് ഹൈജീൻ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഭക്ഷണത്തിനകത്ത് ഓപ്പണായിട്ട് ഭക്ഷണം വെച്ചേക്കരുത്, ഈച്ചയൊക്കെ വന്നിരിക്കുകയൊക്കെ ചെയ്യും. കുടിവെള്ളം എപ്പോഴും നീറ്റായിട്ട് തിളപ്പിച്ചാറ്റിയ കുപ്പികളിൽ അടച്ച് വെച്ച കുടിവെള്ളം തന്നെ ആയിരിക്കണം. അതും വെറും ഈ പ്ലാസ്റ്റിക് കുപ്പി വയ്ക്കുന്നതിനേക്കാൾ നല്ലത് സ്റ്റീലിൻ്റെയോ അല്ലെങ്കിൽ ചില്ല് കുപ്പികളിൽ വയ്ക്കുന്ന എപ്പോഴും നല്ലത്. പിന്നെ ഭക്ഷണത്തിനകത്ത് നമുക്ക് എനർജി കിട്ടണം. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് വേണ്ടത്ര ക്വാണ്ടിറ്റി റെഗുലർ ടൈമുകൾക്ക് കഴിക്കണം. അപ്പോൾ രാവിലെ ഉച്ചയോ രാത്രി എപ്പോഴാണെന്ന് വെച്ചാൽ റെഗുലർ ടൈം. കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് കൂടുതൽ തവണ കൊടുക്കണം. കുട്ടികൾ ചിലപ്പോൾ 3 നേരം വേണ്ടത്ര കഴിക്കില്ല. അപ്പോൾ കുറച്ച് പലതവണ കൊടുക്കുന്ന കുട്ടികൾക്ക്, കൊച്ചു കുഞ്ഞുങ്ങൾക്കും കൈക്കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ലതാണ്. പിന്നെ അപ്പോൾ എനർജിയുടെ കാര്യമായി എന്ന് വെച്ചാൽ കാർബോഹൈഡ്രേറ്റ് വേണ്ടത്ര അന്നം ഒക്കെ ഉണ്ടെങ്കിൽ അത് കിട്ടിക്കഴിഞ്ഞു. പിന്നെയുള്ളത് അതിൽ കൂടെ വൈറ്റമിൻസും ഒക്കെ കിട്ടാൻ വേണ്ടി നമുക്ക്, പിന്നെ പ്രോട്ടീൻ കിട്ടാൻ വേണ്ടി കുറച്ച് മാംസം, മീൻ മുതലായൊക്കെ ഉള്ളത് അത് യൂസ് ചെയ്യാം. വൈറ്റമിൻസ് ആണ് നമുക്ക് ഈ ഫൈറ്റിംഗ് ശക്തി തരുന്ന ഒരു കാര്യം. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി നമുക്ക് ഇലക്കറികൾ, നേരത്തെ സൂചിപ്പിച്ചൊരു കോളർ വിളിച്ചപ്പോഴാണ് തോന്നുന്നു ഞാൻ പറഞ്ഞത്, ഈ പച്ചിലക്കറികളും പിന്നെ പച്ചക്കറികളും എല്ലാം കുറച്ച് കൂടുതൽ കഴിക്കുന്നത്. ചോറ് ഇങ്ങനെ കുത്തി നിറയ്ക്കുന്ന ആക്ച്വലി അത്ര നല്ലതല്ല. ചോറും കിഴങ്ങുമൊക്കെ നമ്മൾ കുത്തി നിറയ്ക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ അത്രയും ചോറും കിഴങ്ങും ഒന്നും കഴിക്കാതെ പച്ചക്കറികളുടെ അളവ്, ഹെൽത്തി പ്ലേറ്റ് എന്ന് പറയും, ആരോഗ്യദായകമായൊരു പ്ലേറ്റ് എന്ന് വെച്ചാൽ അതിനകത്ത് ചോറ് വേണം, പക്ഷേ അതിനെ നല്ല അളവ് പച്ചക്കറികളും ഇലക്കറികളും എല്ലാം വേണം. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് നമുക്ക്, പിന്നെ ഫ്രൂട്ട്സ്, പഴവർഗ്ഗങ്ങൾ, ആ പഴവർഗ്ഗങ്ങളിലും വൈറ്റമിൻസും പിന്നെ ആൻറ്റോക്സിഡൻ്റ് എന്ന് പറഞ്ഞൊരു ഒരു ഐറ്റമുണ്ട്. ആ ആൻറ്റോക്സിഡൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഒരു അണുബാധയൊക്കെ വന്നു കഴിഞ്ഞാൽ കുറേ ഡാമേജ് ഉണ്ടാക്കുന്ന വേസ്റ്റുകളൊക്കെ ഉണ്ട്. അതിനെയൊക്കെ നിർവീര്യപ്പെടുത്തുന്ന സാധനമാണ് ഈ ആൻറ്റോക്സിഡൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതും കിട്ടും. അപ്പോൾ ഇങ്ങനെ ഫ്രഷായിട്ടും നീറ്റായിട്ടും ക്ലീനായിട്ടുള്ള ആഹാരം സമീകൃതമായിരിക്കണം, കൃത്യ ടൈമിന് കഴിക്കണം. പിന്നെ ആഹാരം കഴിക്കുമ്പോൾ സ്വസ്ഥമായി കഴിക്കണം. ഇന്ന് പലരും മൊബൈലൊക്കെ തുറന്ന് വെച്ച് മൊബൈലിൽ ഒരു കയ്യിൽ ഇങ്ങനെ വാട്സാപ്പ് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും മറ്റേ സൈഡിൽ നിന്ന് ആഹാരം കഴിക്കുന്നത്. ഒരു കയ്യിൽ 1 ഹാൻഡായിട്ട് മൊബൈൽ നോക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ കഴിക്കാതെ പണ്ട് കാലത്തൊക്കെ ആൾക്കാർ പറയുന്ന പോലെ ആഹാരത്തിനെ ബഹുമാനിക്കുക, ആഹാരത്തിൽ ശ്രദ്ധിച്ച് കഴിക്കുക, ആഹാരം വായിൽ നല്ലോണം രുചിച്ച് മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ ആഹാരം കഴിക്കുമ്പോൾ ഒരു കാര്യം കൂടെ പണ്ട് നമ്മൾ എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞിരുന്ന ഒരു വാക്കായിരുന്നു, ഈ ആഹാരം കഴിക്കുമ്പോൾ നമ്മളെപ്പോഴും നമ്മളത് ഉണ്ടാക്കി തന്ന ആരൊക്കെയോ അധ്വാനമാണ്, കർഷകർ ആരൊക്കെയോ ഈ ആഹാരം പ്രൊഡ്യൂസ് ചെയ്തു, അവരെയും കൂടെ മനസ്സിലൊന്ന് ഓർക്കുന്ന എപ്പോഴും നല്ലൊരു കാര്യമാണ്, ഒരു കൾച്ചറൽ കാര്യമെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നല്ല ആഹാരം ശുഭമായി കഴിക്കുക, ഇതാണ് ഈ നേരത്തെ പ്രാധാന്യം ആഹാരത്തിൻ്റെ. ഓക്കെ ഡോക്ടർ, നമ്മളോടൊപ്പം മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുകയാണ്. കണ്ണൂരിൽ നിന്നും സുബൈർ ഡോക്ടറോട് ചോദിച്ചോളൂ.
സുബൈർ, ഗുഡ് ആഫ്റ്റർനൂൺ. സുബൈർ, ടി വിയുടെ ശബ്ദം കുറച്ച് വെച്ച് ഡോക്ടറോട് ചോദിക്കൂ. ഹലോ ഡോക്ടർ, ഗുഡ് ആഫ്റ്റർനൂൺ. ലേശം കൂടെ ഉറക്കം പറയുമോ ഉച്ചത്തിൽ? ഹലോ, തിളപ്പിച്ചാറ്റിയ വെള്ളത്തെ പറ്റിയിട്ട് പറഞ്ഞല്ലോ. പറഞ്ഞു. അത് നമുക്ക് ആവശ്യത്തിനുള്ള ചൂടാക്കിയിട്ട് തിളപ്പിക്കാതെ ആവശ്യത്തിനുള്ള ചൂട് മാത്രം ആയതിനു ശേഷം അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ കൂടുതൽ ആൾക്കാർ ചെയ്യുന്നു. ഒരു സംശയം ചോദിച്ചു. ഈ 100 പാകത്തിനായ ചൂട് മാത്രമാക്കി അങ്ങനെ അങ്ങ് കുടിക്കാമോ എന്നുള്ളത്. ഓക്കെ ഓക്കെ, പലരും സ്വാഭാവികമായൊരു സംശയമാണ്. പലരും അങ്ങനെ ചെയ്യുന്നുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ 100 ഡിഗ്രി വരെ ആകുമ്പോഴാണ് ഈ തിളയ്ക്കെന്ന് പറയുമ്പോൾ 100 ഡിഗ്രി ആയി. അപ്പോൾ 100 ഡിഗ്രി എന്ന് വെച്ചാൽ നമ്മളൊരു സ്റ്റെറിലൈസിങ് അല്ല, ഡിസിൻഫെക്റ്റിംഗ് ഹീറ്റാണ്. ഹൈ ലെവൽ ഡിസിൻഫെക്ഷൻ നടക്കുന്ന ചൂടാണ് ഈ 100 ഡിഗ്രി. അപ്പോൾ 100 ഡിഗ്രി കുറച്ച് നേരം വെള്ളം ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള അണുക്കളെല്ലാം മിക്കവാറും 99.9% അണുക്കൾ ചത്തുപോകുന്നുള്ളതാണ് ഗുണം. നമ്മൾ എത്രത്തോളം കുറച്ച് ചൂടാക്കുന്നു, ഇപ്പം 100 വരെ 80യോ 90യോ അല്ലെങ്കിൽ താഴോട്ട് 70 ഒക്കെ ആകുമ്പോൾ ദർ ഇസ് എ ചാൻസ് ചില അണുക്കൾ ചത്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് എപ്പോഴും നല്ലത് അത് ചെറിയ ക്വാണ്ടിറ്റി വെട്ടി തിളയ്ക്കാൻ സമ്മതിച്ചിട്ട് പിന്നെ അത് കൂൾ ഡൗൺ ചെയ്യുക. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ ഒരു കാര്യം ഓർക്കണം, മിക്സ് ചെയ്യരുത്. ഓർഡിനറി വെള്ളവും ഈ തിളപ്പിച്ച വെള്ളവും കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്ത് കളയരുത്. ഓക്കെ ഡോക്ടർ, പലപ്പോഴും പലർക്കും ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് ചൂടാക്കിയ പോരെ, തിളപ്പിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യം സർവ്വസാധാരണമാണ്. ഡോക്ടർ, നമ്മൾ കുട്ടികളുടെ ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. കാരണം അവർ പലപ്പോഴും കൃത്യസമയത്ത് കഴിച്ചെന്ന് വരില്ല, അല്ലെങ്കിൽ കഴിക്കുന്ന അളവ് ശരിയായി എന്ന് വരില്ല. അതുപോലെ തന്നെയാണ് പ്രായമായവരും. പ്രായമായവരുടെ കാര്യത്തിലും കുട്ടികളുടെ കാര്യത്തിലും ഈ ഒരു മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൂടി ഒന്ന് വ്യക്തമാക്കാമോ? അതെ, പ്രായമായ ആൾക്കാർക്ക് പ്രത്യേകിച്ചും ഇങ്ങനെ തണുപ്പ്, അവർക്ക് തണുപ്പിനോടുള്ളൊരു ഫിസിക്കലായിട്ടുള്ളൊരു സാധനമാണ് ഈ തണുപ്പെന്ന് പറയുന്നത്. ബോഡിയിൽ നിന്ന് ചൂട് വറ്റിച്ചെടുക്കും. ഈവൻ ഹൈപ്പോതെർമിയ എന്ന് പറയും. പ്രായമായ ആൾക്കാരെ നമുക്കറിയാമല്ലോ, ചെറിയൊരു തണുത്ത കാശ് വീശുമ്പോൾ തന്നെ അവർ വല്ലാണ്ട് തണുക്കുന്നു, കമ്പിളിയുണ്ടോ, പുതയ്ക്കണം എന്നൊക്കെ പറയുന്നത് ബോഡിയുടെ നീഡാണ് അറിയാതെ വായിക്കൂടെ പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ വസ്ത്രങ്ങളും കൂടെ കുറച്ച് കംഫർട്ടബിളായിട്ടും ക്ലോസ്ഡായിട്ടും ആ ചൂട് പ്രിസർവ് ചെയ്യുന്നതായിരിക്കണം നല്ല പ്രായമുള്ള ആൾക്കാർക്ക്. അതേസമയം നമ്മുടെ നാട്ടിൽ ഹ്യൂമിഡിറ്റി അല്ലെ, ഈർപ്പം വളരെ കൂടുതലാണ്. അപ്പോൾ എയറിൽ ഈർപ്പം കൂടുതലുണ്ട്, അധികം പുതച്ച് കഴിഞ്ഞാൽ വല്ലാണ്ട് ഡിസ്കംഫേർട്ട് വരും. അപ്പോൾ ഇത് രണ്ടിനെയും കൂടെ ഒരു ബാലൻസിൽ വേണം. പ്രായമായ ആൾക്കാർ കഴിയുന്ന മുറിയിൽ നമ്മൾ വെന്റിലേഷൻ എപ്പോഴും ആലോചിക്കണം. അധികം വെന്റിലേഷൻ, ക്രോസ് വിൻഡ് വന്ന് തണുക്കാൻ ഇടവരരുത്. എന്തെങ്കിലും കാരണവശാൽ പുറത്ത് പോയി വല്ല തോർത്തെടുക്കാനോ മുറ്റത്ത് കയറിൽ ആറിയിട്ട തുണി എടുക്കാനോ എന്തെങ്കിലും പെട്ടെന്ന് പുറത്ത് ചാടി തിരിച്ചു വരുമ്പോഴേക്കും നനയും. 5-6 തുള്ളി നനയുമ്പോഴേക്കും പലർക്കും അസുഖം വരുമെന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നനവുണ്ടായി കഴിഞ്ഞാൽ ഒരു സിമ്പിൾ പ്രതിവിധി എന്ന് പറയുന്നത്, വന്ന ഉടനെ അകത്ത് ഈ നനവ് കഴിഞ്ഞാൽ ഉടനെ ആ നനഞ്ഞ വസ്ത്രങ്ങൾ മാറ്റുക, തല നല്ലോണം തോർത്തുക, 1/2 ഗ്ലാസ്സോ 1 ഗ്ലാസ്സോ നല്ല ചൂട് വെള്ളം, വെറും പ്ലെയിൻ വെള്ളമാണെങ്കിൽ മതി, നല്ല ചൂടോടുകൂടി കുടിക്കുക. പിന്നെ ഫ്രൂട്ട്സിൻ്റെ കാര്യത്തിൽ ഇലക്കറികളും ഫ്രൂട്ട്സും പച്ചിലക്കറികളും കുരിപ്പിച്ച ചെറുപയർ എഗെയിൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള, നമുക്ക് പണ്ടേ സ്കൂളിൽ പഠിക്കുമ്പോഴേ പഠിക്കുന്നൊരു കാര്യമാണ് ഈ ചെറുപയർ കുരിപ്പിക്കുമ്പോൾ അതിൻ്റെ പോഷണ വാല്യൂ കൂടും. അപ്പോൾ അതുപോലെ കുരിപ്പിച്ച ചെറുപയർ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്ത്, പിന്നെ പ്രായമായ ആൾക്കാരാകുമ്പോൾ അവർക്ക് ചിലപ്പോൾ മടുക്കും. അപ്പോൾ സോഫ്റ്റ് ആയിരിക്കണം, കുക്ക് ചെയ്യണം. അല്ലാണ്ട് കടിച്ച് ഇറക്കാനൊക്കെ പ്രയാസമുള്ളതുകൊണ്ട് ചതച്ചോ അരച്ചോ അവർക്ക് ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് ഇറക്കാൻ പറ്റുന്നതായിരിക്കണം. പിന്നെ അവർക്ക് വായിക്ക് രുചിക്കുന്ന ഫ്ലേവേഴ്സൊക്കെ നോക്കി മടുപ്പ് വരാതെ ഒന്നും ഒരേപോലെ ആകാതെ കുറച്ച് കൊച്ചുകുട്ടികളെ പോലെ തന്നെയാണ്. ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്. നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുന്നു, മലമ്പുഴയിൽ നിന്നും ചന്ദ്രശേഖർ. ഡോക്ടറോട് ചോദിച്ചോളൂ. ചന്ദ്രശേഖർ, ടിവിയുടെ ശബ്ദം കുറച്ച് വെച്ച് ഡോക്ടറോട് ചോദിക്കൂ. ഹലോ, ചന്ദ്രശേഖരുടെ വീട്ടിൽ എല്ലാവരും കൂടെ സംസാരിക്കണം, എന്ത് ചോദിക്കണം എന്ന് അറിയാൻ. ടിവിയുടെ ശബ്ദം കുറച്ച് വെച്ച് ഡോക്ടറോട് ചോദിച്ചോളൂ. കുറച്ച് വെച്ചു. ഓക്കെ, ചോദിച്ചോളൂ. അതെ, എന്റെ ഭർത്താവിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചോദിക്കുന്നത്. 61 വയസ്സുണ്ട്. ഇപ്പൊ 3 മാസമായി ഡോക്ടർ. 69. 3 മാസമായി ജലദോഷവും തുമ്മലും തുടങ്ങിയിട്ട് മാറുന്നില്ല. ഇപ്പൊ 3 പ്രാവശ്യം ഡോക്ടറെ കണ്ട് മരുന്ന് കഴിച്ചു. അത് ശരി. ഓക്കെ, രക്തമൊക്കെ പരിശോധിച്ചാവോ? എപ്പോഴും തുമ്മല. ഒരു തുമ്മൽ തന്നെ വന്നു കഴിഞ്ഞാൽ 5-6 പ്രാവശ്യം ആണ് തുമ്മൽ. ആ തുമ്മൽ നിർത്തിക്കഴിഞ്ഞ് നിർത്താൻ പറ്റുള്ളൂ. രക്തമൊക്കെ പരിശോധിച്ചോ? ഇല്ല, ബ്ലഡ് ഒന്നും ടെസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ സാധാരണ നമുക്കറിയാം ഈ ജലദോഷം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ആവറേജ് 1 വീക്ക് 5 ഡേയ്സ്, ഒരാഴ്ച 5 ദിവസം എന്നൊക്കെയാണ് യൂഷ്വലി നിൽക്കുക. അതിനപ്പുറം നീണ്ടു നിൽക്കണമെങ്കിൽ കാരണങ്ങൾ വേറെ എന്തെങ്കിലും കാണും.
അപ്പോൾ 2-3 കാര്യങ്ങളാണ്. ഒന്നെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ ഈ തണുപ്പും ഈർപ്പൊക്കെ ഉള്ളപ്പോൾ ഈ ചുമരുകളൊക്കെ ഒന്ന് നോക്കണം. ചിലപ്പോൾ ഈ ചില പൂപ്പലുകളും പായലുകളൊക്കെ ഈവൻ ഇൻസൈഡ് ചുമരിലൊക്കെ ഉണ്ട്. അതുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ പെർസിസ്റ്റൻ്റ് ജലദോഷം, അപ്പോൾ അവിടെ ഈ പരിസ്ഥിതിക്കൂടെ റോളും ഉണ്ടെന്ന് സംശയം. അപ്പോൾ വീടിനകത്ത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു സോഴ്സ് ഓഫ് പൊടി നമ്മളറിയാതെ താഴെ ആയിരിക്കും, താഴേക്ക് എല്ലാവരും ഒന്നും തുടയ്ക്കുകയോ ഇതൊക്കെ ചെയ്യും. പക്ഷേ ഷെൽഫിൻ്റെ മുകളിലോ അലമാരേൻ്റെ മുകളിലോ എവിടെയെങ്കിലുമൊക്കെ ചിലപ്പോൾ പൊടി പിടിച്ച്, അല്ലെങ്കിൽ ഫാനിൻ്റെ ബ്ലേഡിൻ്റെ മുകളിൽ, അപ്പോൾ അങ്ങനെ ഇവിടെ ഒരു സോഴ്സ് ഓഫ് പൊടി കാണാം. ചിലപ്പോൾ ഈ മെത്ത കിടക്കുന്ന മെത്ത, പില്ലോ കേസ്, പില്ലോ ഒക്കെ ചിലപ്പോൾ പഞ്ഞിയോ അങ്ങനെ വല്ലതും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങുന്ന വല്ല പൊടികളോ ആകാം. അല്ലെ ചിലപ്പോൾ ഈ കട്ടിലൊക്കെ തന്നെ പൊക്കിയിട്ട് അവിടെയൊക്കെ നോക്കി ചിലപ്പോൾ പൊടിയുടെ സോഴ്സ് അവിടെ കാണും. അപ്പോൾ ഒരു അലർജിക് ഫിനോമിനൻ കൂടെ അവിടെ നടക്കുന്നോ എന്നുള്ളൊരു ഒരു പ്രതിഭാസം, അലർജിക് പ്രതിഭാസം കൂടെ നടക്കുന്നോ എന്നറിയാം. അപ്പോൾ ഡോക്ടർ വ്യക്തമാണ്. സമയപരിമിതി മൂലം ഞാൻ ഇടപെടുകയാണ്. നമ്മുടെ ഹലോ ഡോക്ടറിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുന്നു. ഈ ഒരു മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട ആരോഗ്യ കാര്യങ്ങളെക്കുറിച്ചും മറ്റുമാണ് നമ്മളിന്ന് സംസാരിച്ചത്. നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് നാഷണൽ ഹെൽത്ത് മിഷനിലെ ഡോക്ടർ അമർ പെറ്റിലാണ്. ഡോക്ടർ വളരെയധികം നന്ദി. ഹലോ ഡോക്ടറിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.